ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി പെട്ടെന്ന് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗ്രീൻ പീസ് കറിയാണ്. ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഞാനിവിടെ 1.5 കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഗ്രീൻ പീസ് നന്നായിട്ട് തന്നെ 3-4 പ്രാവശ്യം കഴുകി എടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ചധികം വെള്ളത്തിൽ നമുക്ക് കുതിർക്കാനായിട്ട് ഇട്ട് വയ്ക്കാം. ഞാനിത് ഓവർനൈറ്റ് സോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഉള്ളി ഇതുപോലെ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി ഇതുപോലെ സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ചതച്ചതും 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചെടുത്തതും 2 പച്ചമുളക് ഇതുപോലെ കീറിയതും പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് വീണ്ടും 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒന്ന് പച്ചമണം ഒന്ന് മാറിക്കിട്ടും. ഇപ്പോൾ ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി അധികം എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുള്ളത് കൊണ്ട് തന്നെ ഞാൻ സാധാരണ മുളക് പൊടി ചേർത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി, നന്നായിട്ട് പഴുത്ത ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ല, നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രഷർ കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷം മാത്രം തുറക്കുക. ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രീൻ പീസൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിലാണ് വെന്ത് കിട്ടിയത്. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള ബ്രാൻഡിനനുസരിച്ച് ചിലപ്പോൾ ഗ്രീൻ പീസിൻ്റെ വേവിൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിത് അടപ്പ് തുറന്ന് തന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ഇതുപോലെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. കറിക്ക് കുറച്ചുകൂടെ തിക്നെസ് കിട്ടാൻ വേണ്ടി ഇതുപോലെ കുറച്ച് ഗ്രീൻ പീസ് ഉടച്ചു കൊടുത്താൽ മതി. പുട്ടിൻ്റെ കൂടെ അതുപോലെ തന്നെ അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പത്തിരി ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈസി ആയിട്ട് കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുക. അടുത്തൊരു ദിവസം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.